അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്വലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത ഹീലതി അദ്രികിനി യാ റസൂലല്ലാഹി ഹബീബല്ലാഹ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹു സ്വീകരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, വളരെ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. പ്രിയപ്പെട്ടവർ, നിങ്ങളെല്ലാവരും ഇത് പൂർണ്ണമായി കേൾക്കുകയും ഇത് നമ്മുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന, ഏറെ പ്രതീക്ഷ നൽകുന്ന, നമുക്കൊക്കെ ഏറെ സമാധാനിക്കാൻ പറ്റുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ചർച്ച. അള്ളാഹു നമ്മുടെ ഇൽമുകളൊക്കെ നാഫിയാക്കി തരട്ടെ. നാഫിയായ ഇൽമുകൾ അള്ളാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ. പ്രിയപ്പെട്ടവരെ, ലോകത്ത് ജനങ്ങൾ കൂടുകയും സാമ്പത്തികമായ ബാധ്യതകൾ വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. സർക്കാരുകൾ വരെ വലിയ സാമ്പത്തിക ബാധ്യതകളെ അവർക്ക് നേരിടേണ്ടി വരികയാണ്. ഖജനാവുകൾക്ക് വരെ, സർക്കാരുകൾ വരെ വലിയ സാമ്പത്തികമായി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അഥവാ ജനങ്ങളുടെ വർധനവ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊക്കെ, അല്ലെങ്കിൽ ചില ആളുകളൊക്കെ അഭിപ്രായപ്പെടുന്നത് ജനസംഖ്യ കുറയ്ക്കുക എന്നുള്ള രീതിയിലേക്കാണ്. യഥാർത്ഥത്തിൽ ജനസംഖ്യയും ഭക്ഷണ ജീവിത വ്യവസ്ഥകളും തമ്മിലുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇസ്ലാം അത് വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു പറയുന്ന ഒരു ആയത്ത് നോക്കൂ നിങ്ങൾ. സൂറത്ത് ഹൂദിലുള്ള ഒരു ആയത്താണ്. വമാമിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹ. ഭൂമി ലോകത്തുള്ള ഏതൊരു ജീവിയാണോ ഉള്ളതെങ്കിൽ ആ ജീവിയുടെ ഭക്ഷണം അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട്. ജീവി എന്നാ പറഞ്ഞിട്ടുള്ളത്, ദാബത്ത്. ആ ദാബത്ത് എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൽ മനുഷ്യർ പെടും, മറ്റു മൃഗങ്ങൾ പെടുന്നു, പക്ഷികൾ പെടുന്നു, ഇഴജന്തുക്കൾ പെടുന്നു, എല്ലാ ജീവനുള്ള വസ്തുക്കളും പെടുന്നു. മനുഷ്യരേതായാലും അതിൽ പെടുന്നുണ്ടല്ലോ. മനുഷ്യരെന്നതിൽ മതജാതി വ്യത്യാസമില്ലാതെ എല്ലാവരും അതിൽ പെടുന്നു. അപ്പോൾ എല്ലാ ആളുകൾക്കുമുള്ള ഭക്ഷണം അല്ലാഹു തആലയാണ് നൽകുന്നത് എന്നുള്ളതാണ്. അതാണ് സത്യം. നമ്മുടെ ഭക്ഷണ കാര്യങ്ങളൊക്കെ അള്ളാഹുവാണ് നിയന്ത്രിക്കുക. അള്ളാഹു റസ്സാഖാണ്, ഭക്ഷണം തരുന്നവനാണ് അള്ളാഹു. പക്ഷെ ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത് തികയുന്നില്ലല്ലോ, കിട്ടുന്നതൊന്നും പോരല്ലോ എന്നുള്ള ഒരു ചിന്തയിലേക്ക് മനുഷ്യന്മാരെത്തുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദുന്യാവിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് എത്ര സാമ്പത്തികം ലഭിച്ചാലും അതൊന്നും മതിവരാതെ വീണ്ടും സമ്പത്തിനെ കൊതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് അള്ളാഹു ദുന്യാവിന് കൊടുത്തിട്ടുള്ളത്. ദുന്യാവ് അതിനുള്ള ഒരവസ്ഥ അങ്ങനെയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ലല്ലോ. നമ്മൾ ചിന്തിക്കുമ്പോൾ മനുഷ്യൻ്റെ മനസ്സിൻ്റെ യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ട താല്പര്യം എന്താണ്? ഒരു മിതമായ അവസ്ഥയെ ഇഷ്ടപ്പെടലാണ് യഥാർത്ഥത്തിൽ സമാധാനത്തിൻ്റെ വഴി. വലിയ സാമ്പത്തികം ഉള്ള ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തപ്പെടുമ്പോൾ തീർത്തും സമാധാനമില്ലാത്തൊരു ജീവിതത്തെ നിരന്തരമായി അഭിമുഖീകരിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്.
അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞ ഒരു ഹദീസ് സ്വഹീഹുൽ ബുഖാരിയും സ്വഹീഹ് മുസ്ലിം രേഖപ്പെടുത്തുകയാണ്. ലൈസൽ ഗിന അൻ കസറത്തിൽ ഖർദ് വലാകിന്നൽ ഗിന ഗിനൻ നഫ്സ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ്. യഥാർത്ഥത്തിൽ സമ്പത്ത് അധികരിപ്പിക്കലല്ല ഐശ്വര്യം. എന്താണ് പിന്നെ ഐശ്വര്യം? ഐശ്വര്യം എന്ന് പറഞ്ഞാൽ വലാകിന്നൽ ഗിന ഗിനൻ നഫ്സി, മനുഷ്യൻ്റെ മനസ്സിൻ്റെ സമാധാനമാണ് ഐശ്വര്യം. അഥവാ ആവശ്യത്തിന് വേണമെന്നുള്ളിടത്തേക്ക് എത്തുക, ആവശ്യത്തിന് ഉള്ളത് തന്നെ അത് ലഭിക്കുന്നതിൽ സന്തോഷിക്കുക. അല്ലാതെ കുറേ സമ്പത്തുകളെ വാരിക്കൂട്ടാലല്ല യഥാർത്ഥത്തിൽ ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ്റെ പ്രയത്നം എന്ന് പറയുന്നത് അതിലല്ല. എന്നാൽ സമ്പത്ത് ഉണ്ടാകുന്നതിന് തടസ്സവുമില്ല. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞ മറ്റൊരു ഹദീസ് കൂടെ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ഒന്നും കൂടെ നമുക്ക് മനസ്സിലാവും. ഖദ് അഫ്ലഹ മൻ അസ്ലമ വറുസിക കഫാഫാ വകന്നഅഹു അല്ലാഹു ബിമാ ആതാ. അള്ളാഹു പറയാണ്, അള്ളാഹുവിനെ അനുസരിച്ചവൻ വിജയിച്ചു. അതുപോലെ വറുസിക കഫാഫ, ആവശ്യത്തിനുള്ള സാമ്പത്തികം നൽകപ്പെടുന്ന ആളും വിജയിച്ചു. അതുപോലെ വകന്നഅഹു അല്ലാഹു ബിമാ ആതാഹു, അള്ളാഹു അവനിക്ക് കൊടുത്തത് കൊണ്ട് തൃപ്തിപ്പെടുക, ഖനാഅത്ത്. അതിന് ഖനാഅത്ത് എന്നുള്ള ഒരു ശബ്ദമാണ് അള്ളാഹു തആല ഉപയോഗിച്ചിട്ടുള്ളത്, അള്ളാഹുവിൻ്റെ റസൂൽ ഉപയോഗിച്ചിട്ടുള്ള. ആവശ്യത്തിന് അള്ളാഹു നൽകിയതിനെ തൃപ്തിപ്പെടുക, അത് തൃപ്തിപ്പെടാനുള്ളൊരു മനസ്സ് മനുഷ്യനുണ്ടാവുക. യഥാർത്ഥത്തിൽ ആ മനസ്സ് ഉണ്ടായവരാണല്ലോ വിജയിച്ചവർ. ആ മനസ്സുള്ളവരാണ് യഥാർത്ഥത്തിൽ സൂഫിയാക്കൾ. അതുകൊണ്ടാണ് അവർ സൂഫിയാസത്തിലേക്ക് അവർക്ക് കടന്നു ചെല്ലുവാനും സാധ്യമാകുന്ന പല കാരണങ്ങളിലൊന്ന്, അള്ളാഹുവാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത്. അള്ളാഹു എന്ത് തനിക്ക് കണക്കാക്കിയിട്ടുണ്ട് അത് ലഭിക്കും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം. അത് കരുതി ജോലിക്ക് പോകണ്ട, ബിസിനസ്സിന് പോകണ്ട ഒന്നുമല്ല ഈ പറഞ്ഞതിൻ്റെ താല്പര്യം. ഉള്ള സമ്പത്തൊക്കെ നശിപ്പിച്ച് കളയണം എന്നും അല്ല. സമ്പത്ത് ഒരാൾക്ക് വർദ്ധിക്കുന്നതിനൊരിക്കലും ഇസ്ലാം അതിനൊരു ലിമിറ്റ് നിശ്ചയിച്ചിട്ടില്ല. സമ്പത്ത് എത്ര കൂടുന്നുണ്ടോ അതിൻ്റെ കണക്കനുസരിച്ച് സക്കാത്ത് കൊടുക്കേണ്ടി വരും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാം. ഔലിയാക്കളുടെ മാർഗത്തിലേക്ക് എത്താൻ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ അദ്കിയ എന്ന് പറയുന്ന സൂഫി ഗ്രന്ഥത്തിൻ്റെ ഒരു വരി ഇങ്ങനെയാണ്: വഖന ബിതർക്കിൽ മുസ്തഹാ വൽ ഫാഖിരി മിമ്മത്അമിൻ വ മലാബിസിൻ വ മനാസില. ആ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. ശരീരത്തിൻ്റെ താല്പര്യങ്ങൾ, ദേഹേച്ഛകൾക്ക് അനുസൃതമായി ജീവിക്കാതിരിക്കുക, അഹങ്കാരത്തിനു വേണ്ടി ജീവിക്കാതിരിക്കുക. ഇത് രണ്ടുമാണ് മനുഷ്യനെ നശിപ്പിക്കുന്നത്. ഇത് രണ്ടും മനുഷ്യൻ്റെ മനസ്സിൽ കടന്നുകൂടുമ്പോഴാണ് അവൻ്റെ സാമ്പത്തികത്തിലും അവൻ്റെ വസ്ത്രങ്ങളിലും അവൻ്റെ വീടുകളിലൊക്കെ ആവശ്യമില്ലാത്ത അലങ്കാരങ്ങളും ആർഭാടങ്ങളും വന്നു ചേരുകയും അങ്ങനെ പിശാചിൻ്റെ ഇഷ്ടദാസനായി ആ മനുഷ്യൻ മാറുകയും ചെയ്യും. വലാ തുബദ്ദിർ തബ്ദീറ, അള്ളാഹു പറഞ്ഞതാണ്, നിങ്ങളൊരിക്കലും അമിതമായി ചെയ്യരുത്. അമിതമായി ചെയ്യുന്നവർ പിശാചിൻ്റെ കൂട്ടുകാരാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് ഖുർആനിൻ്റെ ആയത്തും കൂടിയാണ്. അപ്പം അത്രത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ കാര്യം നമ്മൾ ആലോചിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, അള്ളാഹു ഒരു മനുഷ്യൻ ഇഷ്ടപ്പെട്ടാൽ, ഇന്നല്ലാഹ ഇദാ അഹബ്ബ, അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ അബ്ദൻ ഒരു മനുഷ്യനെ ജഅല റിസ്ഖഹു കഫാഫ, അവന് ആവശ്യമുള്ള ഭക്ഷണം അള്ളാഹു നൽകിക്കൊണ്ടിരിക്കും. അള്ളാഹു ഒരു മനുഷ്യനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവന് ആവശ്യമുള്ള ഭക്ഷണം അള്ളാഹു എനിക്ക് നൽകും. അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. മാത്രമല്ല, നാളെ പരലോകത്ത് രക്ഷപ്പെടുന്ന ആളുകളുണ്ട്.
അവർ ചെയ്ത ഒരു 2 പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു വിചാരണ കണ്ടിട്ടില്ല, നരകം കണ്ടിട്ടില്ല. അതുപോലെ അവർക്ക് പരലോകത്ത് ഒരു പ്രയാസവും നേരിടാതെ സ്വർഗലോകത്തേക്ക് എത്തിപ്പെട്ട ആ മഹാരഥന്മാരായ ആളുകൾക്ക് ലഭിച്ച, അല്ലെങ്കിൽ അവർ ദുന്യാവിൽ വെച്ച് ചെയ്ത 2 കാര്യമുണ്ട്. നമ്മൾ ആലോചിക്കണം. അവർക്ക് ഒരു പ്രയാസവും നേരിട്ടിട്ടില്ല, അവർ നേരെ സ്വർഗത്തിലെത്തിയതാണ്. അവരെന്താണ് ദുന്യാവിൽ ചെയ്ത നന്മകളെന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, അള്ളാഹു താല സ്വർഗത്തിൽ മുഅ്മിനീങ്ങളായ ആളുകൾക്ക് ചിറക് വെച്ചിട്ട് അവർക്ക് അള്ളാഹു പരലോകത്ത് അന്ത്യനാളിൽ ചിറക് കൊടുക്കും. അംബത്തല്ലാഹു ലിത്വായിഫത്തിൻ മിൻ ഉമ്മത്തി അജ്നിഹ, ചിറകുകൾ കൊടുക്കും. ഫയതീറൂന മിൻ ഖുബൂരിഹിം ഇലൽ ജിനാൻ, അവരുടെ കബറുകളിൽ നിന്ന് അവർ പറന്നുകൊണ്ടാണ് സ്വർഗത്തിലെത്തുക. അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ, അള്ളാഹു നമ്മളെ വിഭാഗത്തിൽ ഉൾപ്പെടുത്തട്ടെ. സ്വർഗത്തിൽ അവരെത്തുന്നത് പറന്നുകൊണ്ടാണ്. അവർ സ്വർഗത്തിൽ സന്തോഷിക്കുന്നു. വയതന അമൂന ഫിഹാ കൈഫ ശാഉ, അവരുദ്ദേശിച്ച രൂപത്തിൽ സ്വർഗത്തിൻ്റെ ആസ്വാദനങ്ങൾ അവർ ഉപയോഗപ്പെടുത്തുന്നു. സ്വർഗത്തിൽ അവർ ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള സുഖ സൗകര്യങ്ങളെ അവർ ചെയ്യുകയും ചെയ്യുന്നു. മാത്രമല്ല ഫതഖൂലു ലഹുമുൽ മലായികത്തു, മലക്കുകൾ ഈ ആളുകളോട് ചോദിക്കുകയാണ്, ഹൽ റഅയ്തുമുൽ ഹിസാബ, നിങ്ങൾക്ക് വിചാരണ ഉണ്ടായിരുന്നോ? അപ്പോൾ അവർ പറയാണ്, മാ റഅയ്ന ഹിസാബ, ഞങ്ങൾ വിചാരണ കണ്ടിട്ടില്ലല്ലോ, ഞങ്ങൾക്ക് വിചാരണ നേരിടേണ്ടി വന്നിട്ടില്ലല്ലോ. വീണ്ടും ചോദിക്കുന്നു, ഹൽ ജസദ്, അങ്ങക്ക് സിറാത്ത് പാലം വിട്ടുകടന്നിട്ടുണ്ടോ? നിങ്ങൾ നരകത്തിൻ്റെ മുകളിലുള്ള പാലമാണല്ലോ സിറാത്ത് പാലം, അത് വിട്ടുകടന്നിട്ടുണ്ടോ? അവർ പറയും, മാ റഅയ്ന സിറാത്ത, ഞങ്ങൾ സിറാത്ത് പാലവും കണ്ടിട്ടില്ലല്ലോ. വീണ്ടും അവരോട് ചോദിക്കുകയാണ്, ഹൽ റഅയ്തും ജഹന്നം, നിങ്ങൾ ജഹന്നം കണ്ടിട്ടുണ്ടോ? നരകം കണ്ടിട്ടുണ്ടോ? മാ റഅയ്ന ശൈഅ, ഞങ്ങളൊരു വസ്തുവും കണ്ടിട്ടില്ല, ഒന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. ഫതഖൂലുൽ മലായികത്തു, മലക്കുകൾ ചോദിക്കും, നിങ്ങൾ ഏത് സമുദായത്തിൽപ്പെട്ടതാ? നിങ്ങൾ ഏത് സമുദായത്തിൽപ്പെട്ട? മിൻ ഉമ്മത്തി മൻ അൻതും. അപ്പോൾ അവർ പറയാണ്, മിൻ ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. അപ്പോൾ മലക്കുകൾ അവരോട് പറയാണ്, നിങ്ങളുടെ വിവരങ്ങളൊന്ന് നിങ്ങൾ പറയൂ. ഹദ്ദസൂന മാ കാനത് അഅ്മാലുക്കും ഫിദ്ദുനിയാ, ദുന്യാവിൽ നിങ്ങൾ ചെയ്ത നന്മകൾ എന്താണെന്ന് ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരും, നിങ്ങൾ ദുന്യാവിൽ എന്ത് നന്മകളാണ് ചെയ്തത്? അവർ പറയാണ്, ഖസ്ലതാനി കാനതാ ഫീനാ ഫബലഗ്നാ ദിൽ മൻസിലതി ബിഫദ്ലി റഹ്മത്തില്ലാ, ഈ സ്ഥാനങ്ങളിൽ ഞങ്ങൾ എത്തിപ്പെടാൻ 2 കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്തത്. അപ്പോൾ മലക്കുകൾ ചോദിക്കുകയാണ്, മാഹുമ, അത് 2 കാര്യം ഏതാണ്? ആ 2 കാര്യം ഒന്ന് പറഞ്ഞു തരൂ. അപ്പോഴാണ് മലക്കുകൾ പറഞ്ഞു കൊടുക്കുന്നത്, ഇദാ ഖലൗന നസ്തഹി അൻ നഅസിയഹു, ഞങ്ങൾ ഒറ്റക്കായാലും തെറ്റ് ചെയ്യാൻ ഞങ്ങൾ മടിച്ചിരുന്നു. തെറ്റ് ചെയ്യാൻ മടി, അള്ളാഹ് കാണുമല്ലോ, അള്ളാഹു കാണുമല്ലോ എന്നുള്ള ഒരു ലജ്ജ ഞങ്ങൾക്ക് തോന്നിയിരുന്നു, ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല. അതുപോലെ കുസിമലന, ഞങ്ങൾക്ക് ലഭിക്കപ്പെട്ടതില്ലെന്നു ഞങ്ങൾ തൃപ്തിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ലഭിച്ചത്, അള്ളാഹു ഞങ്ങൾക്ക് വിഹിതം വെച്ചത്, ഞങ്ങൾക്ക് അള്ളാഹ് കണക്കാക്കിയതിൽ ഞങ്ങൾ തൃപ്തിപ്പെട്ടു. അപ്പോൾ മലക്കുകൾ പറയാം, ഫതഖൂലുൽ മലായികത്തു, മലക്കുകൾ പറയാം, ബിഹഖ്ഖിലക്കും ഹദാ, ഇത് തന്നെയാണ് നിങ്ങൾക്ക്, നിങ്ങളുടെ ഇതാണ് സത്യം, ഇതാണ് യാഥാർത്ഥ്യം. നോക്കൂ പ്രിയപ്പെട്ടവരെ, ഈ സ്വർഗത്തിൽ ഈ മഹാരഥന്മാരെത്തിപ്പെടാൻ കാരണം എന്താ? അവർ നേരെ ഖബറിൽ നിന്ന് അവർ ചിറകുണ്ടായിട്ട് പറന്ന് സ്വർഗത്തിലേക്ക് എത്തിയവരാണ്. എന്താണ് അവർ അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിപ്പെടാൻ കാരണം? സിറാത്ത് പാലം കടക്കാതെ, വിചാരണ ഉണ്ടാവാതെ, നരകം കാണാതെ, ഈ ഘട്ടങ്ങളൊന്നും
ഒരു പ്രയാസവും നേരിടാതെ അവർ നേരെ സ്വർഗത്തിലെത്തിപ്പെടാൻ എന്തേ കാരണമെന്ന് ചോദിച്ചാൽ, ഒന്ന്, തെറ്റ് ചെയ്യും. ഒഴിഞ്ഞ സമയത്താണെങ്കിൽ പോലും തെറ്റ് ചെയ്യൂല, ലജ്ജിക്കും. അള്ളാഹു കാണുമല്ലോ, സൃഷ്ടികൾ ആരും കാണുന്നില്ലെങ്കിലും അള്ളാഹു കാണുമല്ലോ എന്നുള്ള ചിന്ത. അള്ളാഹു ആ ഒരു ബോധം നമുക്ക് തരട്ടെ. രണ്ടാമത്, നമുക്ക് ലഭിച്ചത് കൊണ്ട് തൃപ്തിപ്പെടുക, ലഭിച്ച കാര്യം കൊണ്ട് തൃപ്തിപ്പെടുക. ഈ രണ്ട് കാര്യം ചെയ്താൽ സ്വർഗം ലഭിക്കും. പ്രിയപ്പെട്ടവരെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. അതുകൊണ്ട് നിങ്ങളൊക്കെ ദുആ ചെയ്യണം, നിങ്ങളുടെയൊക്കെ ദുആയിൽ പെടുത്തണം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.